ആഘോഷങ്ങളുടെ ലഹരി കലുഷിതമായ തെരുവുകളെ വിഴുങ്ങിയ ആ പുതുവത്സര രാത്രി ആനന്ദത്തിന്റെ കാതടപ്പിക്കുന്ന കോലാഹലങ്ങൾക്കിടയിലാണ് ഒരു ജീവൻ നിശബ്ദമായി പൊലിഞ്ഞുപോയത്. ആരും കേൾക്കാതെ പോയ ആ അവസാന നിലവിളി മനുഷ്യന്റെ ഉള്ളിലെ ഇരുണ്ട വന്യതയുടെ നേർസാക്ഷ്യമാണ്. ഒരു നഗരം മുഴുവൻ പുതുവർഷാഘോഷത്തിന്റെ ലഹരിയിലമർന്ന ആ രാത്രി ഖാർ വെസ്റ്റിലെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പടവുകൾ ചോരയിൽ കുതിർന്നത് മനുഷ്യത്വരഹിതമായ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു. ഒരു 19 വയസ്സുകാരിയുടെ രക്തം വീണ പടവുകൾ സമൂഹത്തിന് നേരെ ഉയർത്തുന്ന ചോദ്യങ്ങൾ പക്ഷേ ചെറുതല്ല. ശരീരത്തിലെ 48 മുറിവുകളും തകർന്ന തലയോട്ടിയും ആ കൊലപാതകത്തിന്റെ പൈശാചികത വിളിച്ചോതുന്നു. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. മഹാരാഷ്ട്രയുടെ തലസ്ഥാനവും ഇന്ത്യയുടെ സാമ്പത്തിക വാണിജ്യ കേന്ദ്രവുമായ മുംബൈ നഗരം, അറബിക്കടലിന്റെ തീരത്തുള്ള സ്വപ്നങ്ങളുടെ നഗരം, ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ നഗരം, ജനസംഖ്യ കൂടിയ നഗരം, ഉറങ്ങാത്ത നഗരം. പലയിടങ്ങളിൽ നിന്നായി എത്തിയ എത്രയോ സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ഒന്നിച്ചു ജീവിക്കുന്നത്. പക്ഷേ 2021 ന്യൂ ഇയർ, ആ നഗരം നടുക്കുന്ന ഒരു കൊലപാതക വാർത്ത കേട്ടാണ് ഉണർന്നത്. ഖാർ, വെസ്റ്റ് ബാന്ദ്ര, മുംബൈ. 2021 ജനുവരി 1 വെള്ളിയാഴ്ച. സമയം രാവിലെ 6 മണി. ഫ്ളാറ്റിലെ താമസക്കാരിയായ ഒരു സ്ത്രീ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. തലേന്നത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കാരണം രാവിലെ വൈകിയാണ് അവർ ഉറക്കമെഴുന്നേറ്റത്. വളർത്തു നായ്ക്കൊപ്പം നടക്കാനിറങ്ങിയ ആ സ്ത്രീ താഴേക്ക് ഫ്ളാറ്റിന്റെ ഗോവണിപ്പടി ഇറങ്ങി വരുന്നതിനിടെ അക്കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. ആ ഗോവണിപ്പടിക്ക് നേരെ താഴെ നിലത്തായി ഒരു പെൺകുട്ടി വീണ് കിടക്കുകയാണ്. ബോധമില്ലാതെ കിടക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് ആ സ്ത്രീ വേഗം പടികളിറങ്ങി ഓടിച്ചെന്നു. അപ്പോഴാണ് അവർ അക്കാര്യം കണ്ടത്. രക്തത്തിൽ കുളിച്ചാണ് ആ പെൺകുട്ടി കിടക്കുന്നത്. രക്തം വാർന്ന് ഗോവണിയിലൂടെ താഴേക്ക് ഒഴുകിയ നിലയിലാണ്. പെൺകുട്ടിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. വൈകാതെ ഫ്ളാറ്റിലെ താമസക്കാരിയായ ആ സ്ത്രീ വിവരം സെക്യൂരിറ്റിയെയും മറ്റു താമസക്കാരെയും അറിയിച്ചു. ഭഗവതി ഹൈറ്റ്സ് ഫ്ളാറ്റ്, ഖാർ, വെസ്റ്റ് ബാന്ദ്ര. മുംബൈ പോലീസിന്റെ ഖാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഭഗവതി ഹൈറ്റ്സ് എന്ന ഫ്ളാറ്റ്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ നൽകിയ വിവരമനുസരിച്ച് ഖാർ പോലീസ് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു. പുതുവത്സര ദിനമായതിനാൽ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടെയാണ് ഖാറിലെ ഫ്ളാറ്റിൽ പെൺകുട്ടി മരിച്ചു കിടക്കുന്ന വിവരവും കൂടി എത്തിയിരിക്കുന്നത്. സമയം രാവിലെ 7 മണി. ഖാർ പോലീസ് സംഭവ സ്ഥലത്തേക്കെത്തി. ഗോവണിപ്പടിയിൽ കിടക്കുന്ന നിലയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം. മരിച്ചത് ഫ്ളാറ്റിൽ താമസമുള്ളയാളല്ല എന്ന് വൈകാതെ പോലീസിന് മനസ്സിലായി. പോലീസ് മൃതദേഹ പരിശോധനാ നടപടികൾ ആരംഭിച്ചു. തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. ശക്തമായ അടിയേറ്റ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു. ആ ഫ്ളാറ്റിൽ തലേന്നുള്ള പുതുവർഷാഘോഷങ്ങൾക്കായോ മറ്റോ പുറത്തുനിന്ന് എത്തിയതാകാനാണ് സാധ്യത. രാത്രിയിൽ പാർട്ടി നടന്ന ഫ്ളാറ്റുകൾ വല്ലതുമുണ്ടോ? അന്ന് പുലർച്ചെ വരെ ഫ്ളാറ്റിന്റെ ടെറസിൽ പാർട്ടി നടന്നിരുന്നുവെന്ന വിവരം പോലീസിന് ലഭിച്ചത് ആ അന്വേഷണത്തിലാണ്. ഈ കെട്ടിടത്തിലെ തന്നെ 2ാം നിലയിലെ താമസക്കാരനായ ഒരാൾ തലേന്ന് ഒരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. പോലീസ് പാർട്ടി നേരെ ടെറസിലേക്കെത്തി. ന്യൂ ഇയർ പാർട്ടി നടന്ന ടെറസിൽ നിന്ന് ഗോവണിയിലൂടെ താഴേക്ക് പെൺകുട്ടിയെ വലിച്ചിഴച്ചതിന്റെ പാടുകളും പോലീസ് അന്വേഷണത്തിനിടെ കണ്ടെത്തി. മരിച്ച പെൺകുട്ടിയുടേതെന്ന് കരുതുന്ന വളകൾ, കമ്മലുകൾ, ചെരുപ്പുകൾ, ഹെയർ ബാൻഡ് എന്നിവ കെട്ടിടത്തിന്റെ വിവിധ നിലകളിലെ ഗോവണികളിൽ
ചിതറിക്കിടക്കുന്ന നിലയിലും പോലീസ് കണ്ടെത്തി. അതായത് ടെറസ് പാർട്ടിയുടെ ബാക്കി പത്രമാണ് പെൺകുട്ടിയുടെ ഈ ദുരന്തം. പോലീസ് അത് ഏകദേശം ഉറപ്പിച്ചു. കെട്ടിടത്തിന്റെ ടെറസിൽ നടന്ന പാർട്ടിയിൽ പങ്കെടുത്തവർ മുകളിലേക്കും താഴേക്കും പോകാൻ ലിഫ്റ്റ് മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പോലീസിനോട് പറഞ്ഞത്. പെൺകുട്ടിയുടെ മൃതദേഹം കിടന്നിരുന്നത് ഏറ്റവും താഴത്തെ ഗോവണിപ്പടി ഭാഗത്തായിരുന്നു. ലിഫ്റ്റിൽ ഇറങ്ങി പുറത്തേക്ക് പോകുന്നവർ ആ ഭാഗം അധികം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് കൊലപാതക വിവരം മറ്റുള്ളവരാരും അറിയാതെ പോയത്. മൃതദേഹം ബാന്ദ്രയിലുള്ള ഭാബ ആശുപത്രിയിലേക്ക് മാറ്റി. IPC സെക്ഷൻ 302, 323 വകുപ്പുകൾ ഉൾപ്പെടുത്തി ഖാർ പോലീസ് ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്തു. മൃതദേഹം കണ്ടെത്തിയ വിവരമറിഞ്ഞ് കെട്ടിടത്തിലെ ചില താമസക്കാർ പാർട്ടി നടത്തിയ ഫ്ളാറ്റിന്റെ ഉടമസ്ഥരെയും അവിടെയുണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കളെയും വിവരമറിയിച്ചു. സാന്താക്രൂസ് വെസ്റ്റ്, മുംബൈ, രാവിലെ 8 മണി. തന്റെ മകൾ ജാൻവിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിൽ നിധി ആകുലയാണ്. ജാൻവി തലേ ദിവസം ഖാറിലുള്ള സുഹൃത്തുക്കളുടെ ഫ്ളാറ്റിലേക്ക് ന്യൂ ഇയർ പാർട്ടിക്ക് പോയതായിരുന്നു. എന്നാൽ പുലർച്ചെയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് നിധി മകളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. വീണ്ടും വിളിച്ചു നോക്കി. അപ്പോഴും മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. നിധി ജാൻവിയുടെ സുഹൃത്തുക്കളെയും പാർട്ടി സംഘടിപ്പിച്ചവരെയും ബന്ധപ്പെട്ടു. എന്നാൽ ജാൻവി എവിടെയുണ്ടെന്ന് തങ്ങൾക്കറിയില്ലെന്ന മറുപടിയാണ് അവർ നൽകിയത്. പാർട്ടി നടന്ന ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായ യഷ് അഹൂജ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ ജാൻവി നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്നും പോയിട്ടുണ്ടാകാമെന്നും അവർ മറുപടി നൽകി. സമയം രാവിലെ 9 മണി. ഖാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്രതീക്ഷിതമായാണ് നിധിയെ തേടി ആ ഫോൺ കോൾ എത്തിയത്. നിങ്ങൾ എത്രയും വേഗം ബാന്ദ്രയിലെ ഭാബ ആശുപത്രിയിലേക്ക് എത്തണമെന്നതായിരുന്നു ആ ഫോണിലെ സന്ദേശം. വൈകാതെ ജാൻവിയുടെ മാതാപിതാക്കൾ ഭാബ ആശുപത്രിയിലേക്ക് തിരിച്ചു. എന്നാൽ ചലനമറ്റ തങ്ങളുടെ മകളുടെ ശരീരമാണ് മാതാപിതാക്കൾ ആ ആശുപത്രി മോർച്ചറിയിൽ കണ്ടത്. ഗോവണിപ്പടിയിൽ ചിതറിക്കിടന്ന നിലയിൽ കണ്ടെടുത്ത ചെരുപ്പുകൾ, കമ്മൽ, വളകൾ, ഹെയർ ബാൻഡ് എന്നിവയും ജാൻവിയുടേതാണെന്ന് മാതാപിതാക്കൾ സ്ഥിരീകരിച്ചു. എന്താണ് തങ്ങളുടെ മകൾക്ക് പറ്റിയത്? മാതാപിതാക്കൾ ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ അലമുറയിട്ടു. എന്താണ് അന്ന് പുതുവത്സര പാർട്ടിയിൽ സംഭവിച്ചത്? അവിടെ വെച്ച് തങ്ങളുടെ മകൾക്ക് എന്തു സംഭവിച്ചു? ജാൻവി കുക്രേജ, വയസ്സ് 19, സൈക്കോളജി വിദ്യാർത്ഥിനി. പിതാവ് പ്രകാശ് കുക്രേജ, മാതാവ് നിധി കുക്രേജ. സാന്താക്രൂസ് വെസ്റ്റ്, മുംബൈ. ഭഗവതി ഹൈറ്റ്സ് ബിൽഡിംഗ്, ഗോവണിയും ടെറസും താമസക്കാർക്കാർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ പോലീസ് ഉടൻ തന്നെ സീൽ ചെയ്തു. കോൾ ഡീറ്റെയിൽസ് റെക്കോർഡുകൾ അഥവാ CDR അത് ശേഖരിക്കാൻ ടെലികോം കമ്പനികളെ സമീപിച്ചു. ഭഗവതി ഹൈറ്റ്സ് കെട്ടിടത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ CCTV ക്യാമറകളിലെയും ഹാർഡ് ഡിസ്കുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുഹൃത്തുക്കൾക്കൊപ്പം ഖാറിലെ ആ ഫ്ളാറ്റിൽ തലേന്ന് രാത്രി പുതുവത്സരാഘോഷത്തിനെത്തിയതായിരുന്നു ജാൻവി കുക്രേജ എന്ന 19 വയസ്സുകാരി. എല്ലാവരോടും പെട്ടെന്നടുക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു ജാൻവി. മുംബൈയിലെ പ്രശസ്തമായ ജയ്ഹിന്ദ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന ജാൻവി സൈക്കോളജിയാണ് ബിരുദ പഠനത്തിനായി തിരഞ്ഞെടുത്തത്. ആളുകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാനും കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കാനും ജാൻവിക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു. കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ജാൻവി വീട്ടിലിരുന്ന തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് പ്രിറ്റി ബേക്ഡ് എന്ന പേരിൽ ഒരു ഹോം ബേക്കിംഗ് സ്റ്റാർട്ടപ്പ് സംരംഭം ആരംഭിച്ചിരുന്നു. കേക്കുകളും കുക്കീസും ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതായിരുന്നു ഈ ബിസിനസ്. ഈ സംരംഭത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൈകാര്യം ചെയ്തതും അതിനുള്ള ആശയങ്ങൾ കണ്ടെത്തിയതും ജാൻവിയുടെ നേതൃത്വത്തിലായിരുന്നു. ലോക്ക്ഡൌൺ കാലത്ത് ഇതിലൂടെ ധാരാളം ഓർഡറുകൾ ഇവർക്ക് ലഭിച്ചിരുന്നു.
സാഹചര്യ തെളിവുകൾ, ഫോറൻസിക് പരിശോധനകൾ, CCTV ദൃശ്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചായിരുന്നു ഖാർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. ടെറസിൽ നിന്ന് സ്റ്റെപ്സിലേക്കുള്ള ഭാഗത്തോ അല്ലെങ്കിൽ സ്റ്റെപ്സിൽ തന്നെയോ ആയിരിക്കണം കൊലപാതകം നടന്നിരിക്കാൻ സാധ്യത. കൊലപാതകത്തിന് ദൃക്സാക്ഷികൾ ആരും തന്നെയില്ല. ഫോറൻസിക് സംഘം നടത്തിയ അന്വേഷണത്തിൽ കെട്ടിടത്തിന്റെ 5-ാം നില മുതൽ താഴത്തെ നില വരെയുള്ള ഗോവണിപ്പടിയിൽ രക്തക്കറ പറ്റിപ്പിടിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇത് ജാൻവിയുടേത് തന്നെയാണെന്ന് പിന്നാലെ സ്ഥിരീകരിക്കുകയും ചെയ്തു. പാർട്ടി നടന്ന ടെറസിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത മദ്യക്കുപ്പികളും മറ്റു വസ്തുക്കളും പോലീസ് തെളിവായി ശേഖരിച്ചു. 2021 ജനുവരി 1 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി, പോലീസ് സ്റ്റേഷൻ ഖാർ, വെസ്റ്റ് ബന്ദ്ര. അന്ന് പാർട്ടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഖാർ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. പാർട്ടി സംഘടിപ്പിച്ച യാഷ് അഹൂജ ഉൾപ്പെടെ 12 പേരാണ് അന്ന് അവിടെ എത്തിയിരുന്നത്. ഇവരെ ഓരോരുത്തരെയായി ഖാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ഈ ചോദ്യം ചെയ്യലിലാണ് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പുലർച്ചെ ഏകദേശം 1:40 ജാൻവി കരഞ്ഞുകൊണ്ട് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടതായി സുഹൃത്തുക്കൾ മൊഴി നൽകി. പാർട്ടി നടന്ന ആ ടെറസിൽ നിന്ന് ജാൻവിയെ പെട്ടെന്ന് കാണാതായി. ജാൻവിയുടെ ബോയ് ഫ്രണ്ട് ശ്രീ ജോഗ്ദാഗറിനെയും പിന്നെ അവിടെ കണ്ടില്ല. അവർ ഒന്നിച്ചായിരിക്കുമെന്ന് കരുതി മറ്റാരും അന്വേഷിച്ചില്ല. പിന്നെ ഏറെ നേരം കഴിഞ്ഞ ജോഗ്ദാഗറിനെ അവിടെ കണ്ടു. പാർട്ടിയിൽ പങ്കെടുത്ത ചിലർ അത് ഓർക്കുന്നുണ്ട്. മാത്രമല്ല, അവരിൽ ഒരാൾ ശ്രദ്ധിച്ച മറ്റൊരു നിർണായക കാഴ്ച അത് പുലർച്ചെ ഏകദേശം 2 മണിയോടെയായിരുന്നു. പാർട്ടിയിൽ പങ്കെടുത്ത ദിയ പതാൽക്കർ എന്ന മറ്റൊരു പെൺകുട്ടി ചുണ്ടിൽ നിന്നും രക്തം കഴുകിക്കളയുന്നത് ഫ്ളാറ്റിലെ ബാത്റൂമിൽ വച്ച ഒരാൾ കണ്ടു. ദിയ ജാൻവിയുടെ അടുത്ത സുഹൃത്താണ്. അപ്പോഴൊന്നും ആ പരിസരത്തൊന്നും ജാൻവി ഉണ്ടായിരുന്നില്ല. പാർട്ടിയിൽ പങ്കെടുത്തവരിൽ നിന്നും പോലീസിന് ലഭിച്ചതൊക്കെ നിർണായക വിവരങ്ങളായിരുന്നു. പാർട്ടി സംഘടിപ്പിച്ച യാഷ് അഹൂജയ്ക്ക് മറ്റൊരു നിർണായക വിവരമാണ് പറയാനുണ്ടായിരുന്നത്. ജാൻവിയുടെ മൃതദേഹം കണ്ടെത്തിയ ശേഷം താൻ ജാൻവിയുടെ ബോയ് ഫ്രണ്ട് ശ്രീ ജോഗ്ദാഗറിനെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നാൽ ജാൻവി മരിച്ച വിവരം കേട്ടിട്ടും അയാൾ യാതൊരു ഭാവവ്യത്യാസവും കാണിച്ചില്ല. യഷ് പോലീസിനോട് തനിക്കുണ്ടായ വിചിത്രമായ അനുഭവം പങ്കുവച്ചു. അയാൾ എന്താ മറുപടി പറഞ്ഞത്? പോലീസ് ചോദിച്ചു. ഞാനൊരു ആക്സിഡന്റിൽ പെട്ടിരിക്കുകയാണ്, ജാൻവിക്ക് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. ഇതായിരുന്നു വളരെ അലസമായുള്ള അയാളുടെ മറുപടി. യഷ് പോലീസിനോട് ഓർത്തെടുത്തു പറഞ്ഞു. ജാൻവിയുടെ ആ 2 സുഹൃത്തുക്കൾ, അവരെ കാണാതിരിക്കാനാവില്ല. അത് അതീവ നിർണായകമാണ്. പോലീസ് ആ 2 പേരിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. ക്രൂരമായ ഒരു കൊലപാതകം, രക്തമുറയുന്ന മർദ്ദന വിവരങ്ങൾ. ജാൻവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. തലയോട്ടി പൊട്ടിത്തകർന്നിരുന്നു. ക്രൂരമായ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. തലയോട്ടിക്കേറ്റ കഠിനമായ ഒടിവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം. ജാൻവിയുടെ ശരീരത്തിൽ ചെറുതും വലുതുമായ 48 മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു. എല്ലാം മരണത്തിന് തൊട്ടു മുമ്പേറ്റ ക്രൂരമായ മർദ്ദനത്തിന്റെ ഫലം. കെട്ടിടത്തിന്റെ ഗോവണിപ്പടിയുടെ ഇരുമ്പ് കൈവരികളിലും തറയിലും ജാൻവിയുടെ തല ശക്തമായി ഇടിച്ചതിനാലാണ് തലയോട്ടി തകർന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ജാൻവിയുടെ ഇടുപ്പിലും തുടകളിലും കാലുകളിലും വലിയ രീതിയിലുള്ള പോറലുകളും മുറിവുകളും ഉണ്ടായിരുന്നു. മുടിയിൽ പിടിച്ച് ഗോവണിയിലൂടെ താഴേക്ക് വലിച്ചിഴച്ചപ്പോഴാണ് ഈ പരിക്കുകൾ സംഭവിച്ചതെന്ന് ഇതിലൂടെ സ്ഥിരീകരിച്ചു. ജാൻവിയുടെ കൈകളിലും കൈത്തണ്ടയിലും പരിക്കുകൾ ഉണ്ടായിരുന്നു. രക്ഷപ്പെടാൻ ജാൻവി പരമാവധി ശ്രമിച്ചിരുന്നുവെന്ന്
തെളിയിക്കുന്നതായിരുന്നു ഈ കണ്ടെത്തലുകൾ. ജനുവരി 1 വെള്ളിയാഴ്ച, സമയം രാത്രി 7 മണി. പോലീസ് ഒരു 3 ടയർ കൺഫർമേഷൻ പ്രോസസ്സ് നടത്തി. 1, ജാൻവിയും ശ്രീയും തമ്മിൽ ടെറസിൽ വെച്ച് രൂക്ഷമായ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായതായി പാർട്ടിയിൽ പങ്കെടുത്തവർ നൽകിയ മൊഴി. 2, കൊലപാതകം നടന്ന സമയത്ത് രക്തക്കറകളുള്ള വസ്ത്രങ്ങളുമായി അയാൾ ഭയന്നോടുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. 3, ജാൻവിയുടെ മൃതദേഹം കണ്ടെത്തിയ വിവരം സുഹൃത്ത് ഫോണിലൂടെ അറിയിച്ചപ്പോൾ ശ്രീ യാതൊരു ഭാവവ്യത്യാസവും പ്രകടിപ്പിക്കാതിരുന്ന സാഹചര്യം. നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ ശ്രീ ജംഗ്ധാറിനെ ഖാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുംബൈയിലെ സിയോൺ ആശുപത്രിയിൽ നിന്നാണ് ശ്രീയെ കസ്റ്റഡിയിലെടുത്തത്. റോഡപകടത്തിൽ പരിക്കേറ്റതിനാണ് ചികിത്സ തേടിയതെന്ന് അവിടെ എത്തിയ പോലീസിനോട് ശ്രീ പറഞ്ഞു. പക്ഷേ ഈ വാദം ഡോക്ടർമാരുടെ സഹായത്തോടെ തന്നെ പോലീസ് പൊളിച്ചു. ശ്രീയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകൾ വാഹനാപകടത്തിൽ ഉണ്ടായതല്ലെന്നും പിടിവലിയിൽ സംഭവിച്ചതാണെന്നും മെഡിക്കൽ പരിശോധനയിലൂടെയാണ് വ്യക്തമായത്. സമയം രാത്രി 8 മണി. സംഭവം നടന്ന ആ ദിവസം ഏതാണ്ട് അവസാനിക്കുമ്പോൾ കേസിലെ 2ാമത്തെ അറസ്റ്റ് നടന്നു. സ്വന്തം കൂട്ടുകാരിയുടെ ദാരുണമായ കൊലപാതകത്തിൽ ദിയ പതാൽക്കറിനെയും പോലീസ് പിടികൂടി. കേട്ടവർ നടുങ്ങി. ആ പാർട്ടിയിൽ ഒപ്പമുണ്ടായിരുന്നവർ തളർന്നുപോയി. സാന്താക്രൂസിലെ ദിയയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് ദിയയെ കസ്റ്റഡിയിലെടുത്തത്. സമയം രാത്രി 7:50. കേസിൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് ദിയയുടെ വീട്ടിലെത്തിയത്. ദിയയെ പോലീസ് കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ ചുണ്ടിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവിൽ നിന്ന് അപ്പോഴും രക്തമൂറി വരുന്നുണ്ടായിരുന്നു. പാർട്ടിയിൽ വെച്ച് വീണപ്പോൾ പറ്റിയതാണെന്നായിരുന്നു ദിയ പോലീസിനോട് പറഞ്ഞത്. ഏതാനും മിനിറ്റുകൾ, ചില ചോദ്യങ്ങൾ കൂടി. പക്ഷേ ദിയയുടേത് പരസ്പര വിരുദ്ധമായ മറുപടികളായിരുന്നു. സൂക്ഷിച്ചുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ശരീരത്തിലെ ചില പരിക്കുകൾ കൂടി പോലീസ് ശ്രദ്ധിച്ചു. ദിയ, നമുക്ക് ബാക്കി കാര്യങ്ങൾ സ്റ്റേഷനിലേക്ക് പോയി സംസാരിക്കാം. ഖാർ പോലീസ് ഉടനടി ദിയയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇരുവരെയും അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ പോലീസ് അവരെ മെഡിക്കൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. ശ്രീയുടെ വസ്ത്രത്തിൽ കണ്ടെത്തിയ രക്തക്കറ ജാൻവിയുടേതായിരുന്നു. മാത്രമല്ല, ജാൻവിയുടെ നഖങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച തൊലിയുടെയും മാംസത്തിന്റെയും ഭാഗങ്ങൾ ശ്രീയുടെ DNA-യുമായി മാച്ചായി. ഈ തെളിവുകൾ മുന്നിലേക്ക് വെച്ചാണ് ചോദ്യം ചെയ്യാൻ പോലീസ് ഇരുന്നത്. നിർണായകമായ ഒരു CCTV ദൃശ്യം ശ്രീക്ക് പോലീസ് കാണിച്ചു കൊടുത്തു. ജാൻവിയുടെ മൃതദേഹം ഗോവണിപ്പടിക്ക് താഴെ കിടക്കുന്നത് കണ്ടിട്ടും ശ്രീ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നിന്ന് നടന്നു പോകുന്നതായിരുന്നു ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ജാൻവി കിടക്കുന്നത് കണ്ടിട്ടും എന്തുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന ചോദ്യത്തിന് അയാൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നായി പ്രതികൾ പോലീസിന് മുന്നിൽ വിവരിച്ചു. 2021 ജനുവരി 1 വെള്ളിയാഴ്ച പുലർച്ചെ 12:05 സാന്താക്രൂസിലെ പിതാവിന്റെ ജന്മദിനം ആഘോഷിച്ച ശേഷം സുഹൃത്തുക്കളെ കാത്തിരിക്കുകയായിരുന്നു ജാൻവി. അർദ്ധരാത്രി 12:05 ജാൻവിയുടെ സുഹൃത്തുക്കളായ ശ്രീയും ദിയയും അവിടെ എത്തി. ഖാറിലുള്ള സുഹൃത്ത് യാഷഹൂജയുടെ വീട്ടിലെ പുതുവത്സര പാർട്ടിയിൽ പങ്കെടുക്കാൻ 1 മണിക്കൂറിനുള്ളിൽ പോയി തിരികെ വരാമെന്ന് അമ്മയ്ക്ക് ഉറപ്പ് നൽകിയ ശേഷമാണ് ജാൻവി അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത്. ഒപ്പം ശ്രീയും ദിയയും. പുലർച്ചെ 12:30 ഖാറിലെ ഫ്ളാറ്റിലെത്തുമ്പോൾ കെട്ടിടത്തിന്റെ ടെറസിൽ പാർട്ടി തകൃതിയായി നടക്കുകയായിരുന്നു. പാർട്ടിയിൽ വച്ച കാമുകനായ ശ്രീ ജംഗ്ധാർ ജാൻവിയുടെ ഉറ്റ സുഹൃത്തായ ദിയ പതാൽക്കറോട് കൂടുതൽ അടുപ്പം കാണിക്കാനും പ്രണയപൂർവ്വം പെരുമാറാനും തുടങ്ങി. ഇത് കണ്ടു മനസ്സു വിഷമിച്ച ജാൻവി
മറ്റൊരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അവരുടെ ഈ അടുപ്പം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എനിക്കവരെ രണ്ടുപേരെയും നഷ്ടപ്പെടുത്താനും പിണങ്ങാനും താല്പര്യമില്ല. കരഞ്ഞുകൊണ്ട് ജാൻവി ഫോണിലൂടെ പറഞ്ഞു. സമയം പുലർച്ചെ 1:30. ടെറസിൽ നിന്നും ജാൻവി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഗോവണിപ്പടിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇതോടെയാണ് ശ്രീയും ദിയയും ജാൻവിക്ക് പിന്നാലെ ചെന്നത്. 5-ാം നിലയിൽ വെച്ച മൂവരും തമ്മിൽ വാക്കുതർക്കവും പിടിവലിയുമുണ്ടായി. തർക്കം മൂത്തു. പെട്ടെന്ന് ശ്രീ കടുത്ത ദേഷ്യത്തിൽ ജാൻവിയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അയാൾ പെട്ടെന്ന് ജാൻവിയുടെ മുടിയിൽ പിടിച്ച ഗോവണിയിലൂടെ താഴേക്ക് വലിച്ചിഴച്ചു. പിടിവലിക്കിടെ ജാൻവിയുടെ തല ഗോവണിപ്പടിയുടെ ഇരുമ്പ് കൈവരികളിലും തറയിലും അയാൾ ശക്തമായി ഇടിപ്പിച്ചു. 2-ാം നിലയിൽ എത്തിയപ്പോഴേക്കും അയാൾ ജാൻവിയെ സ്റ്റെപ്സിന്റെ ഹാൻഡ് റെയിലിന് മുകളിലേക്ക് ഉയർത്തി, പിന്നെ താഴേക്ക് തള്ളിയിട്ടു. ഈ കഠിനമായ വീഴ്ചയിലാണ് ജാൻവിയുടെ തലയോട്ടി തകർന്ന് ആന്തരിക രക്തസ്രാവം സംഭവിച്ചത്. സമയം പുലർച്ചെ 2:15. കൊലപാതകത്തിനു ശേഷം ശ്രീ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി വളരെ ശാന്തനായി കെട്ടിടത്തിന് പുറത്തേക്ക് ആദ്യം ഇറങ്ങി നടന്നു. പിന്നെ ഭയത്തോടെ വളരെ വേഗത്തിൽ നടന്നു മറഞ്ഞു. മൂവരും ചേർന്നുള്ള പിടിവലിക്കിടെ ദിയയുടെ ചുണ്ടുകൾക്ക് പരിക്കേറ്റിരുന്നു. ദിയ പതാൽക്കർ തിരികെ പാർട്ടി നടക്കുന്ന ഫ്ളാറ്റിലേക്ക് മടങ്ങി. അവിടെ ബാത്റൂമിൽ കയറി തന്റെ ചുണ്ടിലെ രക്തം കഴുകിക്കളയുകയും പിന്നീട് ആരും കാണാതെ ദിയ സ്വന്തം വീട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. സമയം പുലർച്ചെ 3 മണി. ജാൻവിയുമായുള്ള പിടിവലിക്കിടെ പരിക്കേറ്റ ശ്രീ നേരെ സിയോൺ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടി. റോഡ് അപകടത്തിൽ പരിക്കേറ്റുവെന്നാണ് ശ്രീ ആശുപത്രിയിൽ പറഞ്ഞത്. ഇങ്ങനെ ഒരു ഗോവണിപ്പടിയിലൂടെയാണ് ജാൻവിയെ വലിച്ചിഴച്ചത്. കേസിലാകെ 49 സാക്ഷികൾ, CCTV ദൃശ്യങ്ങൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ, DNA വിശകലനം എന്നിവയുൾപ്പെടെയുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തി. മകളുടെ കൊലപാതകം ക്രൂരവും നീചവും പൈശാചികവുമാണെന്ന് ജാൻവിയുടെ അമ്മ നിധി കുക്രേജ കോടതിയിൽ കരഞ്ഞുകൊണ്ട് പ്രസ്താവിച്ചു. ശ്രീ ജോഗ്ദാങ്കർ, വയസ്സ് 24, ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥി. ദിയ പതാൽക്കർ, വയസ്സ് 19, സാന്താക്രൂസ് വെസ്റ്റ്. ദൃക്സാക്ഷികളില്ലാതെ സാഹചര്യ തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ് കേസിൽ കോടതിയിൽ വിചാരണ നടപടികൾ നടന്നത്. 2026 ജനുവരി 31 ശനിയാഴ്ച നീണ്ടകാലത്തെ വിചാരണയ്ക്ക് ശേഷം ജാൻവി കുക്രേജ കൊലപാതക കേസിൽ മുംബൈ സെഷൻസ് കോടതി നിർണായക വിധി പ്രസ്താവിച്ചു. അഡീഷണൽ സെഷൻസ് ജഡ്ജ് സത്യനാരായണ നവന്തറിന്റെ കോടതിയാണ് 5 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ വിധി പുറപ്പെടുവിച്ചത്. ശ്രീ ജോഗ്ദാങ്കർ കൊലപാതക കുറ്റത്തിന് കുറ്റക്കാരനായി എന്നായിരുന്നു കോടതിയുടെ വിധി. ശ്രീ ജോഗ്ദാങ്കറിന് ജീവപര്യന്തം തടവും 25,000 രൂപ പിഴയും കോടതി ശിക്ഷയായി വിധിച്ചു. കേസിലെ 2ാമത്തെ പ്രതിയും ജാൻവിയുടെ അടുത്ത സുഹൃത്തുമായിരുന്ന ദിയ പതാൽക്കരെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തയാക്കി. കൊലപാതക സമയത്ത് ദിയയുടെ സാന്നിധ്യമുണ്ടായിരുന്നതായി കോടതി നിരീക്ഷിച്ചെങ്കിലും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ദിയ പതാൽക്കരെ കേസിൽ കുറ്റവിമുക്തിയാക്കിയതിനെതിരെ കൊല ചെയ്യപ്പെട്ട ജാൻവി കുക്രേജയുടെ അമ്മ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രണയപ്പകയും അസൂയയും ചേർന്നപ്പോൾ ഒപ്പം ചിരിച്ചവർ തന്നെ വേട്ടമൃഗങ്ങളായി മാറിയ ഈ സംഭവം നഗര സംസ്കാരത്തിന്റെ ഇരുണ്ട വശങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കോടതി കൊലയാളിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. പക്ഷേ ജാൻവിയുടെ അമ്മയുടെ നീതിക്കായുള്ള പോരാട്ടവും ഈ കേസ് സമൂഹത്തിലുണ്ടാക്കിയ ഞെട്ടലും ഇന്നും അവസാനിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.